വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവൂട്ടിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസും പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവൾക്ക് ഡ്രസ്സ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ചെയ്യുന്നതും അങ്ങനെയുള്ള ഒരുപാട് വിശേഷങ്ങളുള്ള വീഡിയോ ആണ് കേട്ടോ. ഇത് വന്നിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ പെൻസിൽ വാങ്ങിച്ചതാണ് കേട്ടോ. നമ്മുടെ പേപ്പർ പെൻസിലാണ് കേട്ടോ സംഭവം. ഞാനത് വാങ്ങിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. വന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഞെങ്ങിയിട്ടൊക്കെ നിൽക്കുമോ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ നല്ല വെയിറ്റും ഉണ്ട്, നല്ല കളറും ഉണ്ട്, അതുപോലെ തന്നെ ഞെങ്ങുന്നൊന്നുമില്ല. സാധാരണ നോർമൽ ഒരു പെൻസിൽ എങ്ങനെയാണോ അതുമാതിരി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ലിച്ചുവിൻ്റെ ക്ലാസ്സിലും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇവൂട്ടിൻ്റെ ക്ലാസ്സിലും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പോകുന്ന വണ്ടിയിൽ സ്വീറ്റ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇതാ നമ്മൾ തലേ ദിവസം തന്നെ ഇങ്ങനെ എല്ലാം എണ്ണി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഭയങ്കര ആവേശമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ സമയത്തൊന്നും ഇവിടെ ഇവൂട്ടിനെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ എന്തോ അവിടെ ഒരു പരിപാടി ഒപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു കേട്ടോ. സംഭവം ഇപ്പം കാണിച്ചു തരാം. നോക്കിയേ, ഇവൂട്ടിനെ കണ്ട? ഇവൂട്ടിയെ ഇങ്ങോട്ട് വാ നോക്കട്ടെ. അമ്മി ഉപ്പാപ്പാൻ്റെ ബനിയൻ ഇട്ടിട്ട് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ട് തണുത്തപ്പോ ഉപ്പ എൻ്റെ പിന്നെ ബനിയൻ ഇട്ട് കൊടുത്ത ടീഷർട്ട് ഇട്ട് കൊടുത്ത ഇല്ലാനോ എനിക്കറിയില്ല. അപ്പൊ അതന്നെ ഇട്ടിട്ട് അയച്ചു കൊടുക്കുന്നില്ല. പിന്നെ മെസ്സേജ് വന്നിട്ട് തോന്നുന്നു. നോക്കിയോക്കെ ഞാൻ ആക്കി തരാം. അങ്ങനെ ഇത് പിറ്റേ ദിവസമായി കേട്ടോ. നമ്മുടെ ലിച്ചൂസ് അന്നത്തെ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവളിങ്ങനെ എഴുതി വെച്ചാണ് കേട്ടോ. ഇങ്ങനൊന്നും ചെയ്യാറൊന്നുമില്ല, പക്ഷെ എന്തോന്നറിയില്ല, ഓരോ സമയത്തും ഒക്കെ ഓരോരോ മൂടാൻ തോന്നുന്നു. അപ്പോൾ അവരെ ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി പരിപാടി കൂടി നോക്കണം കേട്ടോ. കഴിഞ്ഞില്ല ബാ അച്ഛനെ കാണുന്നില്ലല്ലോ. നോക്കട്ടെ, കമേഴ്ഷ്യലിട്ടിട്ട് ശുദ്ധരിയായിട്ടാ, അടിപൊളി കരിയേ കണ്ട് വായിച്ചു കിട്ടരാ. ഇതാണ് കേട്ടോ വീട്ടിൻ്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്? ID കാർഡെല്ലാം ഇട്ടിട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടമായി ഉടുപ്പ്? ഇക്കതാ പോകാൻ വേണ്ടിയിട്ട് ഹെൽമെറ്റ് എല്ലാം ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. കഴിഞ്ഞേക്കാ ആന്റി ഒരു ഫോട്ടോ എടുക്കട്ടെ. കൈ വലുതു വാ. എന്താ ഇത് വണ്ടി വരാത്ത? മറ്റേത് എളുപ്പം വണ്ടി വരുന്നല്ലേ. പോയിട്ട് രണ്ടാളും നല്ല അടിപൊളി ഫോട്ടോ എടുക്ക്. സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അടിച്ചിട്ടുള്ള ഡ്രസ്സ് കേട്ടാ. ഞാൻ ഇതിന്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടാ. പിന്നെന്താ, ഇത് സ്റ്റിച്ച് ചെയ്യുന്ന പെട്ടെന്ന് ചെയ്യുന്ന രീതിക്കാണ് കേട്ടോ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. കൈയൊക്കെ കണ്ട ഇമാതിരി മോഡൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. 2 ലെയറൊക്കെ വന്നിട്ട് പെട്ടെന്ന് ചെയ്യാനുള്ള കുറേ കുറുക്കു വഴികളും അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ വീഡിയോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ട് തരാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് അടിക്കാൻ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിലും പോയിട്ട് സ്റ്റിച്ച് ആക്കാമല്ലോ. അപ്പം ഇതാ ഇവർ രണ്ടാളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചുന്ദരി, അപ്പം ഇവോട്ടിന് എല്ലാവരും വിഷ് ചെയ്യാം കേട്ടാ, അല്ലേ? ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയണ്ടേ? യാ. ഇവട്ടിന്റെ വണ്ടി വരുന്നുണ്ട്. ഇതാ ഇവട്ടിന്റെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടാ. ഇവൂട്ടിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇക്ക അവർക്കുള്ള പിന്നെ സ്വീറ്റ്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ എനിക്കുള്ള പരിപാടി. ഞാൻ പോകുന്ന സമയത്ത് ഏത് ഇട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചു. അതിന് മുന്നേ സെറ്റ് ആക്കിയാണ് ഇന്നലെ രാത്രി. പക്ഷെ രാവിലെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഒന്നുകൂടി ഒരു മാറ്റം വരുത്താമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഓരോന്ന് എടുത്ത് നോക്കി. പെൺകുട്ടികളല്ലേ, കുറേ ഒരുക്കി വിടാനും അവരെ രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ ഒരുക്കി വിടാനും ഇതൊക്കെ. ഇപ്പോൾ ചിലവർക്ക് വിചാരിക്കുന്നുണ്ടാവും എന്താ ഇപ്പോൾ ഇതിൽ സ്പെഷ്യൽ ബർത്ത്ഡേ എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മുടെ മക്കൾ എപ്പോഴും നമുക്ക് സ്പെഷ്യലാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ബർത്ത്ഡേ എത്ര വലുതായാലും എന്താണെന്നുണ്ടെങ്കിലും നമുക്കതൊരു സ്പെഷ്യൽ തന്നെ ആയിരിക്കും അല്ലേ. ഇനിയിപ്പോൾ എനിക്ക് നാളെയാണ് കേട്ടോ മോളെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അപ്പോൾ കുറേ പേരൊന്നുമില്ല, ഇക്കാൻ്റെ വീട്ടുകാരും നമ്മളെ വീട്ടുകാരും ഉണ്ടാവും, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ എന്താ പറയുക, കുറേ ആയി 2 കൂട്ടരും കൂടി ഒന്നിച്ച് കൂടിയിട്ട് നമ്മുടെ വീട്ടിൽ കൂടിയിട്ട്. മറ്റേതെന്ന് പറയുമ്പോൾ ഒരാൾ വരുമ്പോൾ ഒരാൾ ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു രസമല്ലേ. അപ്പം നാളെ അങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകണം ഉച്ച കഴിഞ്ഞിട്ട്. ഇപ്പം ഇക്ക കുട്ടികളൊപ്പം പോയിട്ടുണ്ട്. ഇക്ക അത് കഴിഞ്ഞിട്ട് എടുക്കുമോ തലശ്ശേരിക്കും കണ്ട് പോയി വന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. നാളത്തെ പരിപാടികളൊക്കെ ഇന്നേ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. അതിന് മുമ്പ് നാളെ ഇടാനുള്ള ഇവൂട്ടിൻ്റെ ഒരു ഡ്രസ്സിൻ്റെ കുറച്ച് ഭാഗം കൂടി വാങ്ങിക്കാനുണ്ട് കേട്ടോ. അത് വാങ്ങിച്ച് ഇന്ന് സ്റ്റിച്ച് ചെയ്യണം.
ഇത് അന്നത്തെ ദിവസം അവർക്ക് ക്രിസ്മസിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്രിസ്മസിൻ്റെ 2 ദിവസം മുമ്പായിരുന്നു ഇത്. അന്നത്തെ ആ ഒരു ദിവസത്തെ പ്രോഗ്രാമിൻ്റെത് മാം അയച്ചു തന്നതായിരുന്നു കേട്ടോ. ഇത് നല്ല രസമുണ്ട്. ഇത് LKG കുട്ടികളുടെയാണ്, LKG UKG കുട്ടികളായിരിക്കും കേട്ടോ ഇത്. അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ അകത്ത് മ്യൂസിക്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുട്ടികളും കൂടെ പാടുന്നൊക്കെ ഉണ്ട്. അതെല്ലാം കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്. പക്ഷേ നമുക്കിത് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുമല്ലോ, അതുകൊണ്ട് ഞാൻ മ്യൂസിക്കെല്ലാം കട്ട് ചെയ്തിട്ട് ഇട്ടതാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. മക്കൾ വരാനാകുമ്പോൾ ഈ കുട്ടിയിട്ടും വന്നിട്ടുണ്ട് കേട്ടോ. ബാഗ് എടുത്തിട്ടില്ല, വെറുതെ വിളിച്ചതാ. ഞാൻ വിളിച്ച് കുട്ടികൾ വിളിക്കുന്നുണ്ടിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ബേഡേകള്? ചവിട്ടിട്ടാണോ ഇതാക്കുന്നേ? നീ ഇപ്പൊ ചവിട്ടിട്ടാണ് ഇതാക്കുന്നേ? ഇപ്പൊ കുട്ടി കരവെള്ളം തുള്ളി LKG കുട്ടിയൊക്കെ ഇല്ല, പറയില്ല. സർപ്രൈസ് ആണ്. നീ സർപ്രൈസ് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല, പിന്നല്ലേ ഞാൻ അറിഞ്ഞിനാ. അപ്പൊ നമ്മള് ഇരുട്ടിലോട്ട് സാധനം വാങ്ങിക്കാൻ വേണ്ടിട്ട് പോവാണ് കേട്ടാ. എന്താ കുട്ടീസൊക്കെ ഇട്ട ഡ്രസ് തന്നെ ഞാൻ ഇടും. 2 കളർ ഷൂ സോക്സ്. ഇപ്പൊ 2 കളർ ഷൂവും 2 കളറാണ് ഇടുക. 2 കളർ ബാ ഇവിടെ നടക്ക്. പെട്ടെന്ന് തന്നെ ഇവട്ടിൻ്റെ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഇനിയിപ്പോൾ എടുത്തിട്ടുണ്ട്. നമ്മളിനി സാധനം കൂടി വാങ്ങിക്കാൻ പോകും. ഇനി എപ്പോഴും ഷോപ്പിംഗ് വീഡിയോ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ സ്ഥിരം പരാഗ് അവിടെ തന്നെയാണ് വന്നിട്ടുള്ളത്. വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇക്ക താഴോട്ട് പോയിട്ടുണ്ട്. ഇവട്ടി ഇതാ ഓടിക്കളിക്കുന്നു. ചാടി പിടിച്ചിട്ടാ ടെഡിബിയറിനെ ചാടി പിടിക്കുന്നു. അപ്പോൾ പതിവ് പോലത്തെ കേക്കിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. പതിവ് പോലെ തന്നെ നമ്മൾ മെട്രോയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതാ നമ്മൾ എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നാളത്തേക്കുള്ള ഫംഗ്ഷൻ്റെ എല്ലാ സംഭവങ്ങളും വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവട്ടി ബാവാ. നമ്മൾ സാധനം എല്ലാം വാങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഉപ്പയെല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അവരെ മട്ടന്നൂർ പോകാമെന്ന് കേട്ടോ എല്ലാവരും കൂടി. അപ്പോൾ അവരെയും കൂടി കൂട്ടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുട്ടിൽ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ അവർ അവിടെ പോയിട്ടുണ്ട്. വാങ്ങിയിട്ട് വന്നിട്ടുള്ള ഇതില്ലേ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ ഇത് നമ്മൾ അന്ന് വാങ്ങിച്ചിട്ടുള്ള ഷോളിൻ്റെയാണ് കേട്ടോ. അതിൻ്റെ ബാക്കി ഇതൊക്കെ ഇല്ലേ പ്ലെയിൻ നെറ്റും ഇതാണ് കേട്ടോ ഇന്ന് വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ സാധനങ്ങളൊക്കെ നാളത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പം അത് ഇന്ന് സ്റ്റിച്ചാക്കി കഴിഞ്ഞിട്ടുണ്ട്. വന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് തുടങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡലാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് കുറേ വലിയ ഐറ്റംസ് ഒന്നും ചെയ്യാനുള്ള ടൈമില്ല. ഓൾറെഡി ഞാൻ വേറൊരു മെറ്റീരിയൽ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ വെച്ചിട്ട് ഞങ്ങൾ 3 പേർക്കും ഒരുപോലെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചേനു. പക്ഷേ എന്തോ എപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചത് മാത്രമല്ലല്ലോ നടക്കുക, അല്ലാണ്ടുള്ള കാര്യങ്ങളും നടക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നടന്നില്ല. അപ്പം ഞാനിപ്പോൾ തൽക്കാലം പെട്ടെന്ന് ഇങ്ങനെ ആക്കിയിട്ടാ. പിന്നെ അത് മാത്രമല്ല ഓൾറെഡി ബലൂണെല്ലാം നമ്മൾ ആദ്യം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പിന്നെ ബേഡേൻ്റെ സെറ്റ് ഉണ്ടാവില്ലേ, അതെല്ലാം നോക്കുമ്പോൾ സിൽവറും ഇതുമാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഏതായാലും വേറെ ഒന്ന് ചിലവാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിമ തന്നെ ആക്കി. ഇനിയിപ്പോൾ ഇതാ ഇക്ക പിന്നെ ഞാൻ ഇത് സ്റ്റിച്ചാക്കുന്ന സമയത്ത് ഇക്ക ഓരോന്നും കിച്ചണിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നാളത്തേക്കും വേണ്ടിയിട്ടുള്ളതൊക്കെ അതിലെ കാണിച്ചു തരാം. നാളെ വൈകുന്നേരമാണ് പരിപാടി. വൈകുന്നേരം എന്നല്ല, രാത്രി. പക്ഷെ എന്നാലും ഇതാ സാധനം എല്ലാം കൊടുത്തിട്ട് ഇവിടെ വെച്ച് ഇക്ക കുറേ ഇതാക്കിയിട്ടെല്ലാം വെച്ചിന് കേട്ടോ. ഇതേണ്ട ഞാനവിടെ സ്റ്റിച്ചാക്കുന്ന നേരം കൊണ്ട് ഇക്ക പിന്നെ ചിക്കനെല്ലാം കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ അകത്ത് മഞ്ഞപ്പൊടി ഇല്ലൊക്കെ മഞ്ഞപ്പൊടി ഇടാൻ വേണ്ടിയിട്ടെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പ്ലേറ്റ് ഇല്ല. മഞ്ഞപ്പൊടി കുറച്ച് അധികം ഇട്ടിട്ട് നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് ഇങ്ങനെ ഈ ഒന്ന് ചിക്കന് നല്ല ഈ കയ്യിലായിട്ട് ഇടുക. ആ വിനാഗിരി ഇങ്ങോട്ട് അതിൻ്റെ വീട്ടിൽ വിനാഗിരി എവിടെയെന്നൊക്കെ പഠിച്ച് അതും കുറച്ച് അധികം തുറന്നൊക്കെ ഇതുകൂടി ഒഴിച്ച് കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു അരമണിക്കൂർ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു ഇത് കണ്ട ഈ സംഭവം ഇല്ലേ, എന്താ പറയുക, ഈ ഇങ്ങനെ എല്ലിൻ്റെ അവിടെയൊക്കെ കാണുന്നില്ലേ, അതൊന്നും കാണൂല കേട്ടോ. എനിക്കത് ഇഷ്ടമില്ല കാണുമ്പോൾ. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് വെക്കാം. ഇക്കൻ്റെ പതിവ് പരിപാടി ഉപ്പിലിടാൻ വേണ്ടിയിട്ട് വന്നത്. നാളെ ഇടക്കാം, വൈകുന്നേരത്തേക്കുള്ളതല്ലേ. ചിക്കൻ ഇതാ ഞാനവിടെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അടച്ചു വെക്കണം. അതിൻ്റെ അടപ്പല്ലേ ഞാൻ ഇപ്പോൾ റെഡി വെച്ച്. പിന്നെ ഇതാ സവോളയൊക്കെ ഒക്കെ അരിഞ്ഞിട്ട് ചോപ്പറിലാണ്. എന്നാലും മാഷാഅല്ലാ ഇത്ര ഇത് കുറേ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇനി ഒരാഴ്ചത്തേക്ക് ഉണ്ടാവും. പക്ഷെ ഒന്നും ആവില്ല. ഇതിൻ്റെ അത് നാരങ്ങയില്ല. നാരങ്ങ നെടുക കീറിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ.
പിന്നെ നാളെ കറിക്കും വേണമല്ലോ അല്ലേ. അപ്പോൾ ഏകദേശം ആവും. ബിരിയാണിയും കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതെല്ലാം ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്യണം. പിന്നെന്താ ബാക്കിയില്ല നാളെ ചെയ്താൽ പോരെ. നാളെ രാത്രിയല്ലേ അടിക്കൽ കഴിഞ്ഞു. ഞാൻ അത് വിചാരിച്ചിട്ടായിരുന്നു. കഴിഞ്ഞ് 4 പാത്രത്തൊക്കെ ഉണ്ട് കേട്ടോ. അത് അത്യാവശ്യം വലിയ വലിയ പാത്രങ്ങളാണ്. അപ്പോൾ ഇത് എത്ര ഉണ്ട്? എത്ര സവോള? 20 വിളിച്ചിനാ. ഇപ്പം ടൈമ് 9:30 ആയിട്ടാ. അപ്പോൾ ഇവിടൊക്കെ ഒന്ന് ഞാനിനി ക്ലീൻ ആക്കട്ടെ കേട്ടാ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഇല്ലേ നല്ലപോലെ മസാല വരട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് വിനീഗർ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇല്ല, മുളക് പൊടി, പിന്നെ ഉപ്പ്, പിന്നെ കുറച്ച് ചിക്കൻ മസാല, ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കുക കേട്ടോ. നാളെ എടുത്തിട്ട് പൊരിച്ചാൽ മതി. പിന്നെ ഇനിയിപ്പം നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ വരാം കേട്ടോ. അല്ലെങ്കിൽ 2 ദിവസത്തെ വിശേഷങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലെങ്ത് ആയിരിക്കും വീഡിയോയ്ക്ക്. അപ്പോൾ നിങ്ങൾക്കത് ബോറടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പം നാളത്തെ വിശേഷങ്ങളിലുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ അവളുടെ ബേഡ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതൊന്ന് എനേബിൾ ആക്കിയിട്ട് കൊടുക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. 1-2 പേർക്കെങ്കിലും ഷെയർ ആക്കി കൊടുക്കുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ.